ഹലോ. ഹലോ. നമസ്കാരം. വ്യാഖ്യാതയല്ലേ? അതെ. ഞാനേ ഒന്ന് രണ്ട് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. സംശയം ചോദിക്കുക? തിരക്കിലാണോ? അല്ലല്ല. ഫ്രീ ആണോ? അല്ല, സംശയം ഓക്കെ. എന്ത് വിഷയത്തിലായിരുന്നു സംശയം? ഈ ഇതല്ലേ മറ്റേ ഈ അള്ളാഹു എന്നുള്ള പേരേ ഉം. ഇത് പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ ആ. ഉണ്ടായിരുന്നു ആ. അറിയാൻ വേണ്ടി. ഉണ്ടായിരുന്നു എന്നല്ലേ പറയപ്പെടുന്നത്. അതുകൊണ്ടല്ലേ അബ്ദുള്ള എന്നൊക്കെ പേര് വന്നത്. അപ്പൊ ആ ഒരു വിശ്വാസം നിലനിന്നിരുന്നു തന്നെയാണ് അല്ലേ? ഏത് വിശ്വാസം? അള്ളാഹുവിലുള്ള ഒരു വിശ്വാസം നിലനിന്നുകൊണ്ടാണല്ലോ ആ ഒരു പേര് അങ്ങനെ വന്നത്. അതിപ്പോ ഹുദൈബിയ സന്ധിയില് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിയില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. അപ്പൊ റഹ്മാനും റഹീമായിട്ടുള്ള ആളെന്ന് നമുക്കറിയില്ല എന്നല്ലേ മറ്റുള്ള പറഞ്ഞത്. അതല്ല, പോയിന്റ് അപ്പൊ എന്തെങ്കിലും അബ്ദുള്ള സംശയം എന്ന് എന്താ എനിക്ക് പറയണ്ടല്ലോ. മനസ്സിലായില്ല. അബ്ദുൽ ഉസ്സാന്നും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ആ ഒരു അള്ളാഹു എന്നുള്ള ഒരു പേര് അവിടെ നിലക്കുണ്ട്. അത് വേറൊരാളോ അല്ല, പറഞ്ഞാണോ അബ്ദുൽ അങ്ങനെ ഉസ്സാന്നും ഉണ്ടായിരുന്നു അറിയാം. ഉണ്ടായിരുന്നു? അല്ല, അപ്പൊ അതൊരു ഗോത്ര ദൈവമാണെന്നുള്ള ആരോ പറഞ്ഞ കേട്ട അങ്ങനെ അള്ളാഹു എന്നുള്ള പേര്. ആ ഗോത്രദൈവം എന്ന് പറഞ്ഞാൽ അതല്ലേ ആ കാലഘട്ടത്തിൽ അറേബ്യയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ദൈവവിശ്വാസം. അതെ അതെ. അപ്പൊ ഈ അത് മാത്രല്ല, ഇപ്പൊ ഈ ഇത്രയും പ്രവാചകന്മാര് വന്നു, അവര് ഈ അതിനൊന്നും അള്ളാഹു എന്നുള്ള തെളിവൊന്നുമില്ല. പേര് തെളിവില്ല. മുഹമ്മദ് നബി അല്ലാത്ത പഴയ ഒരാള്, ആ സ്ക്രിപ്റ്റിലൊന്നും മുഹമ്മദ് ഇല്ലല്ലേ? നബി പഴയ അല്ലാത്ത ഒരു ദൈവം, കവിതകളിലൊന്നും. ഞാൻ പറയാം, മുഹമ്മദ് നബി അല്ലാത്ത ഇസ്ലാം എന്ന് പറയുന്ന മതത്തെയോ അള്ളാഹു എന്ന ദൈവത്തെയോ പരിചയപ്പെടുത്തിയ ഏതെങ്കിലും മതമോ വേദപുസ്തകമോ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ എന്നെ പറഞ്ഞോളി. ഈ സ്ക്രിപ്റ്റുകളിലുണ്ടോ? സ്ക്രിപ്റ്റ് ഇല്ല, ഇങ്ങനെ ഈ എന്റെ അറിവിലില്ല. എഴുത്തുകളിൽ ഇല്ലല്ലേ? അവര് പുരാതന കവിതകളിലൊക്കെ അങ്ങനെയൊക്കെ. അറബിയില് ദൈവം എന്നുള്ളതിന് അള്ളാഹു എന്ന് എഴുതി കണ്ടിട്ടുണ്ടാവാം. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് പിന്നെ ജൂദായിസ് ഒക്കെ മീൻസ് മൂസാ നബി ഒക്കെ അള്ളാഹുവിനെ അല്ലേ വിളിച്ചാരാധിച്ചത്. അങ്ങനെ ഒരു തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയൊരു ഈ ഈസാനബിന്റെയും പ്രവാചകന്റെ ഇടയിൽ ഒരു 600 വർഷത്തിന്റെ പഴക്കല്ലേ ഉള്ളൂ. അതെ. അപ്പൊ അതിന്റെ ഇടയിൽ ആ പേര് നിർത്തി പോരുന്നല്ലോ ശരിക്കും അല്ലേ? ഏത് പേര്? അള്ളാഹ് എന്നുള്ള പേരേ. അല്ല, ഈസാ നബി അള്ളാഹ് എന്നുള്ള പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. യേശു എന്ന് പറയുന്ന ബൈബിൾ പറയുന്ന ആള് അള്ളാഹു എന്നുള്ള പേര് കേട്ടിട്ട് പോലും ഇല്ലാന്ന്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇപ്പൊ നോക്കൂ, അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ യഥാർത്ഥ നാമം, ഒറിജിനൽ നെയിം അള്ളാഹു എന്നാണ് എങ്കിൽ അള്ളാഹുവിനെ അള്ളാഹു എന്നാണല്ലോ വിളിക്കുന്ന ഖുറാനിലല്ലേ? അതെ അതെ. ആ, അപ്പോ അള്ളാഹുവിനെ അള്ളാഹു എന്നാണ് ഖുറാനിൽ വിളിക്കുന്നതെങ്കിൽ ആ അള്ളാഹു ഏത് ഭാഷയിൽ ഏത് ഗ്രന്ഥം ഇറക്കിയാലും അള്ളാഹു തന്നെയല്ലേ പേരുണ്ടാവും. അതാണ്. ഇപ്പൊ ഈ പ്രവാചകന്മാരുടെ പേര് അതേപോലെ തന്നെ ഉണ്ട്, പക്ഷെ അള്ളാന്റെ പേരില്ല. അതാ പറഞ്ഞ അവിടെയാണ് ഈ പ്രശ്നം. 25 പ്രവാചകന്മാർ അതേപോലെ തന്നെ എന്തെങ്കിലും പറയണ്ടല്ലോ. അതെ, ഖുറാനിലും പറയണ്ടല്ലോ. 25 പ്രവാചകന്മാര് ഖുറാനിലുള്ളൂ. വേറെ എവിടെയും 25 പ്രവാചകന്മാരില്ലല്ലോ. അല്ല, ഈ തോറയില് പറയണത്, തോറയില് 25 പ്രവാചകന്മാരൊന്നുമില്ല. തോറയിലെ ലോത്തൊന്നും പ്രവാചകനല്ല. അല്ല, തോറയിലെ കുറെ കഥാപാത്രങ്ങളെ അതിൽ നിന്ന് പിക്ക് ചെയ്ത് കുറച്ച് ആൾക്കാര് പ്രവാചകനാണ് എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അല്ല, തോറ അവരെല്ലാവരെയും പ്രവാചകന്മാരായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്റെ മനസ്സിലാക്കൽ കേട്ടോ. ആ പ്രവാചകന്മാര് എന്ന് പറയപ്പെടുമ്പോഴും ആ കഥാപാത്രങ്ങളുടെ ദൈവത്തെ അവർ വിളിച്ചിരുന്നത് അള്ളാഹു എന്നല്ലതാനും. അങ്ങനെ വിളിച്ചിരുന്നു എന്ന് ഖുർആനിലും പറയാണ്. അതിനൊന്നും തെളിവില്ല. ഇസ്ലാമിന് മുൻപ്, മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനോ അള്ളാഹു എന്ന ഇന്ന് നമ്മൾ ഇസ്ലാമിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഏകദൈവ വിശ്വാസത്തിനോ തെളിവില്ല. അതാണ് എന്റെ മനസ്സിലാക്കൽ കേട്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഞാൻ അന്വേഷിച്ചത് കണ്ടെത്തിയിട്ടില്ല. അപ്പോ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പിന്നെ മുൻകാലത്ത് ഉണ്ടായിരുന്ന ദൈവവിശ്വാസ സങ്കല്പങ്ങളെയൊക്കെ സമന്വയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവരുടെ തുടർച്ചക്കാരനാണെന്ന് പറഞ്ഞു എന്ന് മാത്രമേ നമുക്കതിന് മനസ്സിലാവുന്നുള്ളൂ. ഈ അബ്ദുൽ ഉസ്സ എന്ന് പറയുന്നത് അവിടെയുള്ള ദൈവമല്ലേ? അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞാൽ അബ്ദുള്ളാന്റെ സഹോദരനാണ്. അവരെ നമുക്ക് ആ പേരിൽ ദൈവസങ്കല്പാകാൻ സാധ്യത ഉണ്ടല്ലേ അതിങ്ങനെ? അങ്ങനെ അപ്പൊ ഏറിയും കുറഞ്ഞു. ഇപ്പൊ അള്ളയും ഹുബാലും ഒരു രണ്ട് തുല്യ ശക്തികളായിട്ടാണ് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പലപ്പോഴും മനസ്സിലാവുക. അപ്പൊ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോ അല്ല ഹുബാലാണ് എന്ന് ഖുറൈശികളുടെ ഭാഗത്ത് വിളിച്ചു പറയുന്ന ഒരു രംഗം ഉഹദിന്റെ സന്ദർഭത്തില് വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്.
പിന്നെ ഒരു ഒറ്റ സംശയം ഇവിടെ. അതായത് ഈ പ്രവാചകന് ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാതൃകയായിരുന്നോ? അല്ലാന്നാണ് എന്റെ മനസ്സിലാക്കല്. ആ അതുകൊണ്ടാണല്ലോ കാലഘട്ടത്തിലെ അവരെ മനുഷ്യന്മാർക്കും അംഗീകരിച്ചിട്ടുണ്ടാവുക. മാതൃകയാവില്ല. കാരണം ഞാൻ ഒരൊറ്റ സംഭവം പറയാം. മുഹമ്മദ് നബി ബദറില് വിജയം കഴിഞ്ഞതിന് ശേഷം മൃതദേഹങ്ങൾ ചിന്ന ഭിന്നമാക്കപ്പെട്ട സന്ദർഭങ്ങൾ ബദറിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് മരണം ഉറപ്പാക്കിയതിന് ശേഷവും ആളുകൾ വെട്ടിയതിന്റെ നമുക്ക് അല്ല, കാണാൻ ഈ പോകാൻ പറ്റുന്ന അനുയായികൾ എങ്ങനെ ആകർഷിച്ചത്? ഇപ്പൊ ഇത്രയും അനുയായികൾ ഉണ്ടായല്ലോ. അനുയായികൾ അത്ര ആകൃഷ്ടരായിരുന്നില്ലല്ലോ. ഇപ്പൊ മക്കയിലെ 13 വർഷം ഈ പ്രബോധനത്തിന്റെ ഭാഗമായി നടന്നിട്ടും അല്ല, അത്ര പ്രശ്നമുള്ള ആളാണ് ഈ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകലല്ലോ. മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെ മദീനയിലേക്ക് അവരുടെ താല്പര്യം കൂടിയുണ്ട്. മുഹമ്മദിന്റെ പോക്കിന്റെ താല്പര്യം കൂടി ഉണ്ടായിരുന്നു. മുഹമ്മദിന്റെ താല്പര്യം കൂടി അതിനകത്തുണ്ടായിരുന്നു. അല്ല, ഇവരെ ക്ഷണിച്ചു കൊണ്ടുപോയല്ലോ. ഇങ്ങനെ അത് ഗോത്രം ഒന്നാകെ ഒന്നല്ലല്ലോ, അവിടുന്ന് കുറച്ച് പേരല്ലേ, സംഘമല്ലേ. പിന്നെ അവിടെ അത്ര വലിയ മദീനയിലെ പ്രബല വിഭാഗം എന്ന് പറയുന്നത് അവിടെ മദീനയിലെത്തിയപ്പം പിന്നെ ഇസ്ലാം വേഗം വളർന്നു അല്ലേ? മദീനയിലേക്ക് എത്തിയപ്പോൾ പിന്നെ കയ്യിൽ വാളായില്ലേ. അത് ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത്രേ ഉള്ളൂ. ബദർ യുദ്ധത്തിന്റെ ചരിത്രം എഴുതിയിട്ട് ബദറിലെ വിജയം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള മുന്നേറ്റം, അതിനുശേഷമാണല്ലോ ഈ പ്രതികാര കൊലകളൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ബദറിന് ശേഷമാണ് പിന്നെ മുഹമ്മദിനെ എതിർക്കുന്ന ആളുകളിലേക്ക് കൊലപാതകത്തിലേക്ക് മുഹമ്മദിനെതിരെ വിമർശിച്ച് കവിത എഴുതിയ ആളെ കൊല്ലാനും ഒക്കെ ഉത്തരവിടുന്നത്. ഒരുപാട് പേരെ കൊല്ലാൻ ഉത്തരവിടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ശത്രുക്കൾക്ക് പേടിയുണ്ടായി. പിന്നെ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആദർശത്തിന്റെ മഹത്വം കൊണ്ടാണെങ്കിൽ അബൂ സുഫിയാൻ ഇപ്പം അബൂ സുഫിയാൻ ആദർശം മനസ്സിലായതുകൊണ്ടല്ല ഇസ്ലാം സ്വീകരിച്ചത് എന്ന് ഇസ്ലാമിന്റെ ചരിത്രം അറിയണ ഏത് കുട്ടിക്കും മനസ്സിലാവില്ലേ. ആകെ തോറ്റ് കയ്യിൽ നിന്ന് പോകുമ്പോഴല്ലല്ലോ ഒരാൾക്ക് ആദർശം മനസ്സിലാവുക. ഇനിയിപ്പൊ അങ്ങനെ മനസ്സിലായോ? വാള് കഴുത്തിൽ വെക്കുമ്പോ ബദറിന് ശേഷം പെട്ടെന്നല്ല, ക്രമേണ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താണ് ചെയ്തത്. മുഴുവൻ ആളുകളെ. മക്കം ഫത്തുഹിന് മുൻപ് തന്നെ മദീനയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ 94 സംഭവങ്ങളാണ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. 95 എക്സ്പെഡിഷൻ എന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ. അതില് ഒറ്റപ്പെട്ട ആളുകളെ കൂട്ടമായി ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള ഉത്തരവ് മുതൽ കൂട്ടമായി ചെറിയ ഗോത്രങ്ങളെ യുദ്ധസന്നാഹത്തോട് പോയി ചതിച്ചിരുന്ന് കൊല്ലുന്ന ആളുകളെ കീഴ്പ്പെടുത്തുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഈ പ്രവാചകൻ തന്നെ ഏതൊരു മലയില് ഉപരോധം ഏർപ്പെടുത്തിയല്ലോ അവർക്ക് 3 വർഷം. ഇപ്പൊ ചിലകളൊക്കെ കഴിച്ചു. അങ്ങനെ തായിഫിലേക്ക് പോയതാ. ഒരു മലയില തായിഫിലെ ഏതൊരു ഭാഗത്ത് ഉപരോധം ഏർപ്പെടുത്തി. പിന്നീട് 3 കൊല്ലത്തിന്റെ പച്ചിലകളൊക്കെ കഴിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവര് ആ ഒരു സമയത്തും ഈ അനുയായികൾ പിടിച്ചു നിന്നു അവരുടെ കൂടെ. ഈ അനുയായികൾ എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. എത്ര പേര് എന്നുള്ളതാണ്. 13, 14, 15 പേരൊക്കെയാണ്. അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ അവരുടെ ഭാര്യമാര്, മക്കള്, അടിമകള് അങ്ങനെയൊക്കെ കൂടെ ചേർന്നിട്ടാണ് ആകെ 100 ചില്ലാന ആൾക്കാര്. ഖദീജ ബീവിയൊക്കെ അതിനെ കൂട്ടിക്കോ? അതൊക്കെ കൂട്ടുന്നിട്ടുണ്ടാവും. ഖദീജ ബീവിയുടെ ഭർത്താവല്ലേ? അതെ. എന്നാലും ആ ഒരു കാലഘട്ടത്തില് ഒരു അധികാരം. നിങ്ങള് ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുറച്ചുണ്ടാണ്. 2 ഭാഗം നിങ്ങൾ കാണണം. അപ്പൊ നിങ്ങളെ എല്ലാ സംശയം തീരും. കഷ്ടപ്പെടുന്നവർക്ക് കൂടെ നിൽക്കും. നമ്മളൊരു ലക്ഷ്യം, ഒരു രാജ്യാധികാരത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം കണ്ടിട്ടുണ്ടാവൂലേ? ആ ലക്ഷ്യത്തിലാണല്ലോ പോകുന്നത്. ആ ലക്ഷ്യത്തിലായിരുന്നല്ലോ ഈ കഥ തുടങ്ങുന്നത്. ആ ലക്ഷ്യം മക്കാരുടെ അടുത്ത് സംഗതി ചെലവാകാതായപ്പോഴാണ് മദീനയിലേക്ക് പോകുന്നത്. മദീനയിലേക്ക് പോകുന്നതിന് മുൻപ് മദീനയെ കുറിച്ച് പഠിച്ച് നമ്മള് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ നിന്ന് എന്തുവടിയെന്ന് ചെങ്കോല് കൊണ്ടുപോയി പാർലമെന്റിൽ വെച്ച പോലത്തെ നാടകങ്ങളൊക്കെ അവിടെ നടന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഭവനം, ഭൂമിയിലെ അള്ളാഹുവിന്റെ ഭവനം കഅബയാണല്ലോ. ആ കഅബന്റെ പരിസരത്ത് നിന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് ആകാശയാത്രക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോ മുഹമ്മദിനെ ജെറുസലേമിലേക്ക് പോയിട്ട് അവിടുന്നാണ് കൊണ്ടുവന്നത്. എന്നിട്ട് നിസ്കാര സമ്മാനം കിട്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മൂസാ നബിയാണ് സഹായിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് നിസ്കാരം കിട്ടി വന്നതിന് ശേഷം നിസ്കാരം തുടങ്ങുമ്പം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. ഏതുവരെ? ജൂതന്മാരുടെ അടുത്ത് ചങ്ങതി ചെലവാവൂലാന്ന് ആവുന്നത് വരെയും, ജൂതന്മാരോട് പ്രശ്നം തുടങ്ങുന്നത് വരെയും. ജൂതന്മാരോട് പ്രശ്നമായപ്പോഴാണ് പിന്നെ വീണ്ടും കഅബയിലേക്ക് തിരിയുന്നത്. അതിന്റെ പേരിൽ തന്നെ ഒരുപാട് ആളുകളെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അബൂബക്കർ അംഗീകരിക്കൂലോ? അബൂബക്കർ അംഗീകരിക്കുമല്ലോ.
അബൂബക്കറിന് അതിനുള്ള സമ്മാനം കിട്ടിയില്ലേ? എന്താ ഒന്നാമത്തെ ഖലീഫ അങ്ങനെ? അപ്പൊ അതില് അങ്ങനെയൊക്കെ നമ്മൾ ഇതിനെ ഒരു പൊളിറ്റിക്കൽ ഇന്നത്തെ ഷിയ വിഭാഗമൊക്കെ ഇപ്പൊ അന്ന് പ്രവാചകന്റെ ഭരണത്തിന്റെ ആ ടൈമിൽ ഉണ്ടാകുന്നതാണ്. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് സുന്നി വേർഷൻ വേറെയാണ്, ഷിയാക്കൾ അവരെ കുറിച്ച് പറയുന്ന വേർഷൻ വേറെയാണ്. അവരവരെ ഷിയാക്കൾ എന്ന രീതിയിൽ അങ്ങനെയല്ലല്ലോ. സുന്നികൾ ഷിയാക്കളെ ആക്ഷേപത്തിലാണ് വിളിക്കുന്നത്. പ്രശ്നങ്ങളെ ഈ പ്രവാചകൻ മരിച്ച ഉടനെ തുടങ്ങിയല്ലോ. അത് തുടങ്ങിയല്ലോ. പക്ഷെ ഈ പ്രശ്നങ്ങളായിട്ടല്ല, അധികാര തർക്കം തുടങ്ങി. അധികാര തർക്കം അവിടുന്നാണല്ലോ ഖലീഫമാര്. ഇപ്പൊ ഉമറാണല്ലോ അവിടെ മേക്കർ ഉണ്ടാവുന്നത്. മൊത്തത്തില് മുസ്ലിങ്ങൾ ഇപ്പൊ ഷിയ മുസ്ലിം എന്നാണല്ലോ പറയുന്നത്. ആ ഷിയാക്കൾ ആ ടൈമിൽ ഉണ്ടായതാണോ? അല്ല, ആ ഷിയാക്കൾ അങ്ങനെ ഷിയാക്കൾ എന്നുള്ള പേരൊക്കെ പിന്നീട് വന്നതല്ലേ. അന്നവിടെ ഷിയൊന്നുമില്ലല്ലോ. അന്ന് അബൂബക്കറും ഉമറും ഉസ്മാനും പിന്നെ അബൂ സുഫിയാനും ഒക്കെയുള്ള ആ ഒരു കോക്കസ് അവിടെ അധികാരം കയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ അപ്പൊ തന്നെ തുടങ്ങി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് നബി ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലുള്ള മര്യാദ സമൂഹത്തെ ബോധിപ്പിച്ചിട്ടുള്ളത് അയാളുടെ ജനാസ എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം എന്നുള്ളതാണ്. ആ പഠിപ്പിച്ച ഗുരുനാഥന്റെ മൃതദേഹം 3-ാമത്തെ ദിവസമാണ് മറവ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ അണികൾ എന്താണ് ഇതിന്ന് ഇവരെന്ത് തത്വമാണ് പഠിച്ചിരുന്നതെന്നുള്ളതിന് തെളിവല്ലേ അത്. എന്നിട്ട് അതിന് ഈ അടുത്ത കാലത്ത് ഒരു മൗലിയര് വയൽ പറഞ്ഞ എന്താ വെച്ചാല്, ഇസ്ലാമിക സാമ്രാജ്യത്തിന് ഒരു നാഥനില്ലാതായി പോകുന്ന ഗ്യാപ്പ് ഒഴിവാക്കാൻ അതിന് മുഹമ്മദ് നബി അല്ല, അതൊക്കെ ഒരു ന്യായല്ലേ. ഇപ്പൊ നമ്മളെ നാട്ടില് ഭരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലൊരു രാജാവോ ഒരു പ്രധാനമന്ത്രിയോ മരണപ്പെട്ടു കഴിഞ്ഞാല് ആദ്യം അടുത്ത പ്രധാനമന്ത്രിനെ തീരുമാനിക്കുകയാണോ ചെയ്യുക? മരണപ്പെട്ട പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ മൃതശരീരം ഏറ്റവും പരമോന്നതമായിട്ടുള്ള ബഹുമതികളോടെ മറവ് ചെയ്ത് അതിന്റെ ദുഃഖാചരണം നടത്താണ് ചെയ്യാം. ഇസ്ലാമിക ഖിലാഫത്തെ നിലനിൽക്കണം എന്നാണ് പറയുന്നത്. ഇസ്ലാമിക ഖിലാഫത്ത് ഇല്ലാണ്ടായി പോവില്ലല്ലോ. എങ്ങനെ ഖിലാഫത്ത് ഇല്ലാണ്ടായി പോവാ? ഇപ്പൊ ഒരു ഇമാമ് മരിച്ചാല് പള്ളിക്കത്തെ കാളിയാണ് വീണ് മരിച്ചു ജമാഅത്ത് നടക്കുമ്പോ, അപ്പൊ എന്താ ചെയ്യാ? മനസ്സിലായോ? 2-3 ആൾ അയാളെ എടുത്തിട്ട് പോവും. അപ്പൊ ആ ജമാഅത്താണ് ഇല്ലാതായപ്പോ പിന്നെ ആകെ ഇല്ലാണ്ടായി കല്ലത്തായി പോകുന്നില്ലല്ലോ. പറയുന്നത് എന്താ വെച്ചാല് അതിനുശേഷം അത് പൂർണ്ണമായ പിന്നെ മുസ്ലിം സമുദായത്തിന് മൊത്തത്തിലുള്ള ഒരു സ്വീകാര്യത അതിനുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തെളിവാണല്ലോ ഉമർ വന്നിട്ട് ഫാത്തിമനെ അലീനെയും ഭീഷണിപ്പെടുത്തുന്നതും വീടിന് തീയിടും എന്ന് ആക്ഷേപിച്ചു എന്നൊക്കെയാണല്ലോ പറയപ്പെടുന്നത്. അതേപോലെ തന്നെ വീടിന് തീ പിടിച്ചിട്ടാണ് മരിച്ചതെന്നും പറയുന്നുണ്ടല്ലോ. ആ ജനാസ കാണാൻ ആയിഷ വന്നിട്ടില്ല എന്നാണ് എന്റെ മനസ്സിലാക്കുക. മനസ്സിലായി. അപ്പൊ അത് ആയിഷ അലി അവിടെ തന്നെ നിന്നുല്ലേ? അലിയും ഇബ്നു അബ്ബാസും ഉണ്ടായിരുന്നു എന്നാണ് എന്റെ. അത്ര ഉണ്ടായുള്ളൂ. കുറച്ചു പേര് വീടിലും ഒരു മൃതദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തർക്കങ്ങൾ അപ്പുറത്ത് തുടങ്ങിയിരുന്നപ്പോഴത്തേക്ക് ആലോചനയും ഗൂഢാലോചനയും തർക്കവും ഒക്കെ തുടങ്ങിയിരുന്നു. ഇന്നത്തെ വിശ്വാസം ഉണ്ടോ അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ഇല്ലാന്നല്ലേ അറിയണ്ടേ. ഇപ്പൊ മുഹമ്മദ് നബീനെ ഒരാള് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ലളിതമായിട്ടുള്ള സാധനമാണ്. ഇത്ര വിശ്വാസം ഇത്ര ഒരു ഇതൊന്നും കാണുന്നില്ല. അതാണ്. അന്ന് കൂടെ വന്നവർക്കും അധികാരം ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കല്യാണങ്ങൾ പോലും പലതും. ആയിക്കോട്ടെ, എന്തായാലും നമ്മൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പെട്ടെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയിരിക്കാൻ ഭയങ്കര പ്രയാസം. അതിങ്ങനെ കുറെ വിശദീകരണമുള്ളതുകൊണ്ട് ആർക്കും എന്താ എഴുതി കൂടാത്ത നമ്മളിതിനെ ഒന്ന് കാലഘട്ടത്തിലേക്ക് ബന്ധിപ്പിച്ചൊന്ന് വായിച്ചാൽ ഇതിന്റെ ആവശ്യമുണ്ടോ? എന്താ ഒരാവശ്യമില്ല. ഓരോന്നിനും ഖുർആൻ ലളിതമായിട്ടുള്ള അറബി ഭാഷയിലാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ അറബി മാത്രം പഠിച്ചാൽ തന്നെ സംഗതി മനസ്സിലാവേണ്ടതാണ്. വ്യാഖ്യാനം ഖുർആൻ അല്ലാന്ന് ഓല് തന്നെ പറയും. എന്നിട്ട് നമ്മൾ ഏതായാലും പിന്നെ ഖുർആൻ വചനം പറഞ്ഞാൽ പറയും അത് വ്യാഖ്യാനങ്ങൾ നോക്കണം, പണ്ഡിതന്മാർ വിശദീകരണം നോക്കണം എന്നും പറയും. എന്താ ചെയ്യാ? അതങ്ങനെ നടക്കട്ടെ. ആയിക്കോട്ടെ, എന്തായാലും പഠനങ്ങൾ നടക്കട്ടെ. ചിലതൊക്കെ കേൾക്കലുണ്ട്. ശരി, ആയിക്കോട്ടെ. ഓക്കെ.